ഹായ് ഓൾ. എൻട്രൻസ് മേഖലയെ ആശ്രയിച്ചെത്തുന്ന നിരവധി വിദ്യാർത്ഥികളെ വിജയത്തിലേക്ക് നയിക്കുന്ന ബെർലിൻ്റെ ഏറ്റവും ഹൈലൈറ്റഡ് പ്രോഗ്രാമുകളിൽ ഒന്നാണ് IIT എയിംസ് 2-year ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം. അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് വരുന്ന ദിവസങ്ങളിലുണ്ട് എന്നുള്ളത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിരവധി വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും ഒരു സംശയമാണ്, ഈ സ്ക്രീനിങ് ടെസ്റ്റിന് എങ്ങനെയാണ് ഞങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഓരോ സ്റ്റെപ്പുകളും നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ സാധിക്കും. ഇപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് നിങ്ങൾക്കറിയാവുന്ന ബെർലിൻ്റെ ഏറ്റവും ഒഫീഷ്യൽ ആയിട്ടുള്ളൊരു വെബ്സൈറ്റ് ഉണ്ട്, www.berlinpala.org. അപ്പോൾ നമുക്ക് അതിലാദ്യം പ്രവേശിക്കാം. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ സൈറ്റിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ സൈറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ 2024 വിവിധ എൻട്രൻസ് എക്സാമുകളിൽ വിജയം നേടിയ ദ പ്രൗഡ് ബ്രില്യൻസിനെ കണ്ടുകൊണ്ടാണ് നമ്മൾ നമ്മുടെ സൈറ്റിലേക്ക് പ്രവേശിക്കുന്നത് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഈ ഒരു ഇൻ്റർഫേസ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ഇതിൽ നമ്മുടെ റിപ്പീറ്റേഴ്സ് ബാച്ചിൻ്റെ ഒരു പേജ് നമുക്ക് കാണാം. അതുപോലെ തന്നെ ടെസ്റ്റ് സീരീസിൻ്റെ ഒരു ഓപ്ഷൻ, ലോങ് ടേമിൻ്റെ ഒരു ഓപ്ഷൻ, ട്യൂഷൻ ക്ലാസ്സസിൻ്റെ ഒരു ഓപ്ഷൻ, ട്യൂഷൻ ക്ലാസ്സസ് +1 ആൻഡ് +2 ഒരു ഓപ്ഷൻ കാണാം. അതുപോലെ തന്നെ ഇവിടെ സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് പേജിൽ ഓരോ ഐക്കണുകളുണ്ട്, എബൌട്ട്, സെൻറ്റേഴ്സ്, ബ്ലോഗ്, കോഴ്സസ്, സ്റ്റുഡൻസ് പോർട്ടൽ, റിസൾട്ട്സ്, കരിയർ, കോണ്ടാക്ട്, ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ കോഴ്സസ് എടുത്താലും അതിലും നമുക്ക് വേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്, സ്ക്രീനിങ് ടെസ്റ്റ്. നമ്മൾ IIT എയിംസിൻ്റെ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് എന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നമ്മുടെ സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുമ്പോൾ തന്നെ അതിൽ നമുക്ക് IIT എയിംസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. സോ നമുക്ക് അതിലേക്ക് പ്രവേശിക്കാം. യെസ്, അപ്പോൾ IIT എയിംസ് 2027 സ്ക്രീനിങ് ടെസ്റ്റ് എലിജിബിലിറ്റി സ്റ്റുഡൻറ്റ് സ്റ്റഡിയിങ് ക്ലാസ് 10. IIT എയിംസ് 2027 സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയുന്ന ആ പേജിലേക്ക് നമ്മളിതാ പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ഇവിടെ കാണാം നമ്മുടെ 2024 ഏറ്റവും ടോപ്പേഴ്സ് ആയിട്ടുള്ള വിദ്യാർത്ഥികളുടെ പിക്സാണ് നിങ്ങളീ കാണുന്നത്. 4 ഒന്നാം റാങ്ക് ഉൾപ്പെടെ ജെയ് മെയിനിലും ജെയ് അഡ്വാൻസ്ഡിലും കീമിലുമൊക്കെ ഏറ്റവും മുൻപന്തിയിൽ നിന്ന വിജയികളെ കണ്ടുകൊണ്ട് തന്നെയാണ് ആ മനോഹരമായ തുടക്കം. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ സൈഡിൽ കോഴ്സ് ബ്രൗഷർ കൊടുത്തിട്ടുണ്ട്, സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, കോഴ്സിൻ്റെ വീഡിയോ ഉണ്ട്, പിന്നെ രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുമുണ്ട്. അപ്പോൾ നമുക്ക് രജിസ്റ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് IIT എയിംസ് 2-year ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിലേക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള അടുത്ത പ്രോസസ്സുകളിലേക്ക് മുന്നോട്ട് പോകാം. ഇപ്പോൾ ഓൾറെഡി ബെർലിൻ്റെ ഫൗണ്ടേഷൻ പ്രോഗ്രാമുകളുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ പ്രോഗ്രാമിൻ്റെ ഭാഗമായിരുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സ്റ്റുഡൻസ് ID ഉണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റുഡൻസ് IDയും പാസ്വേഡും ഇവിടെ കൊടുക്കാം. ഇനി അതല്ല, പുതിയതായിട്ട് ബെർലിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് IIT എയിംസ് 2-year ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിലൂടെ 2027 എൻട്രൻസ് എക്സാമിൽ ഉയർന്ന വിജയം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ IIT എയിംസ് 2-year ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിലൂടെ 2027 എണ്ണം പറഞ്ഞ വിജയികളിൽ ഒരാളാവാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ ഭാഗമാവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, അതായത് പുതിയതായിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് സൈനപ്പ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം, സൈനപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ കുറച്ച് വിവരങ്ങൾ ബെർലിൻ ടീം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. നമുക്കിപ്പോൾ അത് ആദ്യം ഒന്ന് കൊടുക്കാം. യെസ്, സ്റ്റുഡൻസ് നെയിം, നിങ്ങളുടെ പേരെന്താണോ അത് നിങ്ങൾ ആദ്യം നൽകുക. യെസ്, ഇനി നമ്മളുടെ ഫോൺ നമ്പർ, ഇമെയിൽ ID, അതുപോലെ തന്നെ പാസ്വേഡ്, പാസ്വേഡ് നൽകുമ്പോൾ ഒരു കാര്യം പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, ഒരിക്കലും നമ്മൾ മറന്നു പോകില്ല എന്ന് ഉറപ്പുള്ളൊരു പാസ്വേഡ് വേണം നമ്മൾ നൽകാൻ. I agree to the terms and conditions എന്ന് പറയുന്നത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് വിടുക. യെസ്, എന്നിട്ട് നമ്മളൊരു അക്കൗണ്ട് ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു OTP അവർ സെൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ആ OTP നമ്പർ നമ്മുടെ ഈ കാണുന്ന ഇൻ്റർഫേസിൽ ഡയൽ ചെയ്ത് നൽകാം. യെസ്, അപ്പോൾ നമുക്ക് കിട്ടിയ ആ ഒരു OTP നമ്മളിവിടെ സബ്മിറ്റ് ചെയ്യുകയാണ്. യെസ്, അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് ID നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ അപ്പോൾ തന്നെ നമ്മുടെ ഇൻ്റർഫേസിൽ ചോദിച്ചിരിക്കുന്നു സെലക്ട് ക്ലാസ് സ്റ്റഡി.
സ്വാഭാവികമായിട്ടും +1 +2 ഈ ഒരു ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥി 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആയിരിക്കണം. അപ്പം നമുക്ക് ക്ലാസ് 10 സ്റ്റഡിയിങ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. യെസ്, നമ്മളത് സേവ് ചെയ്യുന്നു. അപ്പോൾ 10ാം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിക്ക് അവൈലബിൾ ആയിട്ടുള്ള ബ്രില്യൻറ്റിലെ ഏതൊക്കെ കോഴ്സുകളുണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ബ്രില്യൻറ്റിൻ്റെ ക്ലാസ് 10-നുള്ള ട്യൂഷൻ ക്ലാസ്സുകളുണ്ട്. ബ്രില്യൻറ്റ് ഒളിമ്പിയാഡ് ചാമ്പ്യൻ ക്ലാസ് 10-ലെ സ്റ്റുഡൻസിനുള്ളത് കൂടിയാണ്. സ്ക്രീനിങ് ടെസ്റ്റ് ബ്രില്യൻറ്റ് സയൻസ് ഒളിമ്പിയാഡ് BSO 2025 ക്ലാസ് 10. IIT എയിംസ് 2027 സ്ക്രീനിങ് കം സ്കോളർഷിപ്പ് ടെസ്റ്റ്. IIT എയിംസ് 2027 സ്ക്രീനിങ് കം സ്കോളർഷിപ്പ് ടെസ്റ്റ് ദുബായ്. ഇപ്പോൾ ദുബായിലുള്ളൊരു വിദ്യാർത്ഥിയാണ്. ഏറ്റവും അധികം റിസൾട്ടുകൾ സൃഷ്ടിക്കുന്ന ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ പഠിച്ചുകൊണ്ടായിരിക്കണം എൻട്രൻസ് എക്സാമിൽ വിജയം നേടേണ്ടത് എന്നൊരു ദീർഘവീക്ഷണമുള്ളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ദുബായിലും നമുക്ക് സെൻറ്റർ ഉണ്ട്, അവിടെ വന്ന് എക്സാം എഴുതാനുള്ള അവസരവുമുണ്ട്. അതുകൊണ്ടാണ് IIT എയിംസ് 2027 സ്ക്രീനിങ് കം സ്കോളർഷിപ്പ് ടെസ്റ്റ് ഇൻ ദുബായ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ദുബായിലുള്ള വിദ്യാർത്ഥികൾ ഈ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിലുണ്ടെങ്കിൽ അവർ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ എന്ന് പറയുന്നത് IIT എയിംസ് 2027 സ്ക്രീനിങ് കം സ്കോളർഷിപ്പ് ടെസ്റ്റ് ദുബായ് എന്ന് പറയുന്നതാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള വിദ്യാർത്ഥികൾ ഏറ്റവും അധികം നമ്മളോട് സംശയങ്ങൾ ചോദിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള വിദ്യാർത്ഥികളും മാതാപിതാക്കളുമാണ്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും സെലക്ട് ചെയ്യേണ്ട ഒരു ഓപ്ഷനാണ് ഞാനും സെലക്ട് ചെയ്യുന്നത്. IIT എയിംസ് 2027 സ്ക്രീനിങ് കം സ്കോളർഷിപ്പ് ടെസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പോൾ നമുക്ക് അതിലേക്ക് എൻറോൾ ചെയ്യാം. അപ്പോൾ ഇവിടെയും നമുക്ക് നമ്മുടെ കുറച്ച് ഡേറ്റാസ് നൽകേണ്ട ആവശ്യമുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ കയറി ചെല്ലുമ്പോൾ നമ്മുടെ ഇൻ്റർഫേസിൽ നമുക്ക് നമ്മുടെ പേര് നൽകിയിട്ടുണ്ട്, സ്റ്റുഡൻസ് ID നൽകിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെപ്പോഴും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ എലിജിബിലിറ്റി ക്ലാസ് 10-ൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ്. നിങ്ങൾ 10-ൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഈ 2 ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൻ്റെ ഭാഗമാവുന്നത്. അതുപോലെ തന്നെ IIT എയിംസ് 2027 സ്ക്രീനിങ് കം സ്കോളർഷിപ്പ് ടെസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പോൾ ഡ്യൂറേഷൻ, എക്സാമിൻ്റെ ഡ്യൂറേഷൻ 2 മണിക്കൂറാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ പീരീഡ് എന്ന് പറയുന്നത് ജൂൺ 1 മുതലായിരുന്നു. 25 സെപ്റ്റംബർ വരെ ഈ ആപ്ലിക്കേഷൻ നമുക്ക് സമർപ്പിക്കാനുള്ള സമയമുണ്ട്. ടെസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് എന്നാണ് 29 സെപ്റ്റംബർ 2024 ഞായറാഴ്ച. യെസ്, അപ്പോൾ തീർച്ചയായിട്ടും നല്ല ആത്മവിശ്വാസത്തോടുകൂടി ഇപ്പോൾ ഇരുന്ന് തയ്യാറെടുത്തോളൂ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിജയിക്കാൻ പറ്റും. അതിനുശേഷം നമുക്കിതിലൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട്, സെലക്ട് സിറ്റി. യെസ്, ഇനി നമുക്കിവിടെ ഒരു ഓപ്ഷൻ ഉള്ളത് സെലക്ട് സിറ്റി എന്ന് പറയുന്നതാണ്. അപ്പം നമ്മൾ നമ്മുടെ ജില്ല ഏതാണോ അത് നമ്മൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഞാൻ തിരഞ്ഞെടുക്കുക കോട്ടയമാണ്. യെസ്, ഞാൻ കോട്ടയം തിരഞ്ഞെടുത്തു. അപ്പോൾ നമ്മൾ സെലക്ട് സെൻറ്റർ, കോട്ടയത്ത് തിരഞ്ഞെടുക്കുന്ന ആൾക്ക് അവർക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള സെൻറ്റർ ഏതാണോ അത് വേണം ചൂസ് ചെയ്യാൻ. ചങ്ങനാശ്ശേരിയിലുണ്ട്, കാഞ്ഞിരപ്പള്ളിയിലുണ്ട്, മാന്നാനത്തുണ്ട്, പാലയിലുണ്ട്. ഒരു കാര്യം ഞാൻ എടുത്തു പറയുകയാണ്, കേരളത്തിലുടനീളം ഈ ഒരു എക്സാമിനായിട്ട് ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ 50-ലധികം സെൻറ്ററുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് ദുബായിലും എക്സാം സെൻറ്റർ ഉണ്ട്, ഖത്തറിലും നമുക്ക് എക്സാം സെൻറ്റർ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ കോട്ടയം കൊടുത്ത ഒരാൾക്ക് കിട്ടിയ ഓപ്ഷൻസാണ് നിങ്ങൾ കാണുന്നത്. കാഞ്ഞിരപ്പള്ളിയും മാന്നാനവും പാലയും ചങ്ങനാശ്ശേരിയും ഒക്കെ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ട്രിവാൻഡ്രത്ത് എക്സാം എഴുതുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അദ്ദേഹത്തിന് കൺവീനിയൻ്റ് ആയിട്ടുള്ള എക്സാം സെൻറ്ററുകൾ നിങ്ങൾക്ക് കാണാം. ഇവിടെ കിളിമാനൂരുണ്ട്, മുക്കോലയ്ക്കലുണ്ട്, നാലാംചിറയിലുണ്ട്, നെയ്യാറ്റിൻകരയിലുണ്ട്. യെസ്, അപ്പോൾ ഈ വർഷം ബാംഗ്ലൂരും നമ്മൾ എക്സാം സെൻറ്റർ ക്രമീകരിച്ചിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഈ വർഷം നിരവധി വിദ്യാർത്ഥികളാണ് കേരളൈറ്റ്, നോൺ കേരളൈറ്റ് ആയിട്ടൊക്കെ ഉള്ള വിദ്യാർത്ഥികൾ ഈ ഒരു എക്സാമിന് വേണ്ടി, ബ്രില്യൻറ്റിൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് ഇത്തവണ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യെസ്, അപ്പോൾ അവിടെയുള്ള വിദ്യാർത്ഥികൾക്കും എക്സാം എഴുതാമെന്നുള്ളത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് നിങ്ങളുടെ വാസസ്ഥലത്തിനടുത്ത് ഏതാണോ സെൻറ്റർ ഉള്ളത് അവിടെ വന്ന് എക്സാം എഴുതാൻ, ഈ ഒരു വിജയത്തിലേക്ക് എത്താൻ നിങ്ങൾ നന്നായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കോട്ടയത്ത് തന്നെ നോക്കാം. യെസ്, കോട്ടയം തന്നെ സെലക്ട് ചെയ്യുന്നു. എനിക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള എക്സാം സെൻറ്റർ പാലായിലാണ്. യെസ്, പാല കൊടുക്കുന്നു. അപ്പോൾ സെലക്ടഡ് സെൻറ്റർ പാല നമ്മൾ കൊടുത്തു അല്ലേ. അപ്പോൾ ഇനി നമുക്ക് താഴത്തേക്ക് കൂടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഫീസ് സ്ട്രക്ചറാണ്. അപ്പോൾ ഈ ഒരു രജിസ്ട്രേഷനായിട്ട് ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ ഈടാക്കുന്നത് വെറും 500 രൂപ മാത്രമാണ്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മുടെ ടാർജറ്റുകൾ, സ്വയമായിട്ടും ഉറച്ച ലക്ഷ്യബോധമുള്ള വിദ്യാർത്ഥികളാണ് നിങ്ങൾ. 2027 രാജ്യത്തെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ മലയാളി വിദ്യാർത്ഥികളുടെ സാന്നിധ്യം എത്തിക്കേണ്ട മിടുക്കരായ വിദ്യാർത്ഥികളാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ടാർഗറ്റ് ഗോളായിട്ട് സെറ്റ് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് ബ്രില്യൻ്റ് ഇവിടെ നോട്ട് ചെയ്ത് നൽകിയിട്ടുണ്ട്. IIT, NIT, IISc, IIST, ഐസർ, കേരള എഞ്ചിനീയറിംഗ്, എയിംസ്, ജിപ്മർ, നീറ്റ് എന്നീ പറയുന്ന പ്രവേശന പരീക്ഷകളൊക്കെ മികച്ച വിജയം നേടാൻ സാധിക്കും വിധത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഈ പ്രോഗ്രാമിലുടനീളം ക്രമീകരിച്ചിരിക്കുന്നത് ബ്രില്യൻ്റ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ചെറിയ വിവരങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു കോളത്തിൽ തന്നിട്ടുണ്ട്.
ഇനി നമുക്ക് അവിടുന്ന് നേരെ തിരിച്ചു വരാം. യെസ്, അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ അല്ലെങ്കിൽ അടുത്ത പേജിലേക്ക് നമുക്ക് പോകണമെങ്കിൽ റിക്വസ്റ്റ് ഫോർ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യാം. യെസ്, അവിടെ നമ്മളോട് ഒരു കൺഫർമേഷൻ അവർ ചോദിച്ചിരിക്കുകയാണ്. നമ്മുടെ സിറ്റി കോട്ടയമാണെന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യുന്നു. നമുക്ക് എക്സാം എഴുതാൻ പറ്റുന്ന ഏറ്റവും കംഫർട്ടായിട്ടുള്ള സെൻറ്റർ നമ്മുടെ വീടിനോട് അടുത്തുള്ള സെൻറ്റർ പാലയാണെന്നുള്ളത് നമ്മളോട് കൺഫർമേഷൻ അവർ ചോദിക്കുന്നു. ഇനി എങ്ങനെയാണ് ഈ ഒരു കോഴ്സിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞത്? യെസ്, അപ്പോൾ അത് നിങ്ങൾക്ക് ജെന്യൂൻ ആയിട്ടാണ് പറയുന്നത്. ചിലപ്പോൾ ഗൂഗിൾ ഫോമിലൂടെ ആയിരിക്കാം, സോഷ്യൽ മീഡിയയിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ പത്രങ്ങളിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിലൊക്കെ നിരവധി വിജയങ്ങൾ നേടിക്കൊടുത്ത ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിനെ കുറിച്ച് അവർ പറഞ്ഞിട്ടായിരിക്കാം നമ്മളിത് കേട്ടിരിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ കൊടുക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിവരങ്ങളൊക്കെ നമ്മൾ അറിയുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്, നവമാധ്യമങ്ങളിലൂടെയാണ് അല്ലേ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഈ വർഷത്തെ പഠനപ്രകാരം സോഷ്യൽ മീഡിയ എന്നുള്ളതിലാണ്. എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് ഞാനിവിടെ കൊടുക്കുക. യെസ്, കൺഫേം കൊടുത്തു. ബ്രില്യൻ്റ് എല്ലാ കാര്യത്തിലും അപ് ടു ഡേറ്റ് ആണെന്ന് പറയുന്നത് പോലെ തന്നെ ഇതാ ഇവിടെ നമ്മുടെ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ നമ്മുടെ സ്റ്റാറ്റസിൽ കാണാം അപ്രൂവ്ഡ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടുന്ന് നമ്മുടെ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ അവർ അപ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്തതായി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, പേയ്മെൻറ്റ്. എങ്കിലേ നമ്മുടെ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുള്ളൂ. യെസ്, അപ്പോൾ നമുക്ക് നമ്മുടെ പേയ്മെൻറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷനിലേക്ക് നീങ്ങാം. നമ്മൾ പേയ്മെൻറ്റിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രൊഫൈലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. യെസ്, മൈ പ്രൊഫൈൽ എന്ന് പറഞ്ഞ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി കുറച്ച് കാര്യങ്ങളൂടെ നമ്മൾ നൽകണം. പേഴ്സണൽ ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ്, നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്, അതുപോലെ കോഴ്സ് പേയ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം നമ്മൾ നമ്മുടെ ഇമേജ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. യെസ്, അപ്പോൾ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് അവർ നമ്മളോട് വായിച്ച് നോക്കാൻ പറയുന്നുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായി നമ്മൾ വായിച്ച് നോക്കുക. ആ ഇൻസ്ട്രക്ഷൻസ് വായിച്ചതിന് ശേഷം നമ്മൾ എഗ്രി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങൾ വരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ അപ്ലോഡ് ഇമേജ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു. നമ്മുടെ ഇമേജ് എവിടെയാണോ നമ്മുടെ സിസ്റ്റത്തിൽ കിടക്കുന്നത് നമ്മൾ ചൂസ് ചെയ്യുക. യെസ്, ഫോട്ടോ കിട്ടി, നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണ്. യെസ്, ഇപ്പോൾ ഫോട്ടോ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പ്രൊഫൈൽ ഫോട്ടോ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. യെസ്, നമ്മുടെ ജെൻഡർ മെയിൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. കാറ്റഗറി നിങ്ങൾ OBC കാറ്റഗറി ആയിരിക്കാം, SC ST ആയിരിക്കാം, അല്ലെങ്കിൽ അതർ കാസ്റ്റിൽ ഏതെങ്കിലുമൊക്കെ ഉള്ളവരായിരിക്കാം. ഇപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് വരിക ജനറലാണ്. അപ്പോൾ ജനറൽ ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ ഫാദറിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഗാർഡിയറിൻ്റെ ഫസ്റ്റ് നെയിം, അപ്പോൾ നമ്മുടെ ഫാദറിൻ്റെ ഗാർഡിയറിൻ്റെ ഒക്കെ മെയിൽ ID, അമ്മയുടെ പേര്, അമ്മയുടെ മെയിൽ ID, നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന ഫാദർ. അപ്പോൾ നമ്മൾ ക്ലാസ് സ്റ്റഡിയിങ്, ഏത് ക്ലാസ്സിലാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? സ്വാഭാവികമായിട്ടും ക്ലാസ് 10 പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഈ ഒരു സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ ഭാഗമാവുന്നത്. അതുകൊണ്ട് തന്നെ ക്ലാസ് 10 എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മളിവിടെ കൊടുക്കുക. നമ്മുടെ നാഷണാലിറ്റി, നമ്മുടെ ആധാർ നമ്പർ, ഫാദറിൻ്റെ ഫോൺ നമ്പർ, ഫാദർ എന്ത് ജോലിയാണ് ചെയ്യുന്നത്, അമ്മയുടെ ഫോൺ നമ്പർ, അമ്മ എന്ത് ചെയ്യുന്നു, നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ്, സ്ട്രീം. നമ്മൾ കേരള സ്റ്റേറ്റിൽ പഠിക്കുന്നവരായിരിക്കാം, CBSEയിൽ പഠിക്കുന്നവരായിരിക്കാം, ICSEയിൽ പഠിക്കുന്നവരായിരിക്കാം. അപ്പോൾ നമ്മൾ ഏത് സ്ട്രീമിലാണോ പഠിക്കുന്നത് അത് കൊടുക്കുക. നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്തു. ഇനി എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ പേര് നമ്മൾ കൊടുക്കണം, അഡ്രസ്സ് കൊടുക്കണം, കൺട്രി കൊടുക്കണം. ഇതിനു മുമ്പ് ഏതെങ്കിലുമൊക്കെ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതേതാണെന്ന് നിങ്ങൾക്ക് കൊടുക്കാം. നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കാം. ഇനി നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ വീട്ടുപേര് കൊടുക്കണം. ഓക്കെ, പോസ്റ്റ് ഓഫീസ്, നമ്മുടെ സ്റ്റേറ്റ്, നമ്മുടെ പിൻകോഡ്, ഗാർഡിയൻ നെയിം, പ്ലേസ്, കൺട്രി കൊടുക്കണം, ഡിസ്ട്രിക്റ്റ് ഏതാണെന്നുള്ളത്, നമ്മുടെ ഫോൺ നമ്പർ. ഇത്രയും കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കംപ്ലീറ്റഡ് ആവുന്നു. അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് ബ്രില്യൻ ടീം നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ഇനി അതിനുശേഷം നമ്മൾ എത്തുന്ന മേഖല എന്ന് പറയുന്നത് കോഴ്സ് പേയ്മെൻറ്റിലേക്കാണ്.
അപ്പോൾ രജിസ്ട്രേഷൻ ചാർജ് 500 രൂപയായിരുന്നു എന്നുള്ളത് നേരത്തെ വന്നൊരു ഇൻ്റർഫേസിൽ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അത് തന്നെ അതിൻ്റെ വിവരങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. നമ്മൾ മേക്ക് പേയ്മെൻറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ നൽകുന്നു. അപ്പോൾ പേ ഓൺലൈൻ എന്ന് പറയുന്നൊരു ഓപ്ഷനാണ് നമുക്കിവിടെ ഉള്ളത്. നമ്മളത് കൊടുക്കുന്നു. ഇപ്പോൾ തന്നെ നമുക്ക് പേ ചെയ്യാം. യെസ്, ഒരു റീഫണ്ട് പോളിസിയിലെ ഒരു അറിയിപ്പോടെ അവർ നമുക്ക് നൽകുന്നുണ്ട്. പിന്നീട് നമ്മുടെ പേര്, നമ്മുടെ എത്ര രൂപയാണോ അടയ്ക്കേണ്ടത് എന്നുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ പരാമർശിച്ചുകൊണ്ട് ഒരു ചെറിയൊരു ഐക്കണോട് ഫോമായിട്ട് വന്നിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള വിവിധ മെത്തേഡുകൾ ഏതൊക്കെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ മെയിൽ ID കൊടുത്തിട്ടുണ്ട് മേളിൽ. പിന്നുള്ള വിവിധ മെത്തേഡുകളാണ് UPI, QR, നമ്മുടെ കാർഡ് ത്രൂ നമുക്ക് പേയ്മെൻറ്റ് നടത്താം, അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നിരവധി ആളുകൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്, ഓൺലൈൻ പേയ്മെൻറ്റിനായിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് Paytm, Google Pay പോലുള്ള ആപ്പുകളാണല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ അതിലേക്ക് തന്നെ കിടക്കാം. ഇപ്പോൾ നമുക്കിതാ ഇവിടെ UPI എന്ന് പറയുന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്തപ്പോൾ തന്നെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന UPI ID മൊബൈൽ നമ്പറാണ്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇവരുടെ QR കോഡ് നമുക്ക് സ്കാൻ ചെയ്ത് അതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. QR കോഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ അതിലുണ്ട്. ഷോ QR കോഡ് കണ്ടല്ലോ. അതിൻ്റെ മേളിൽ നമുക്ക് നമ്മുടെ ഏത് ഫോൺ നമ്പറിൽ നിന്നാണോ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് ആ ഒരു ഫോൺ നമ്പർ ഇവിടെ നൽകുക. യെസ്, അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് നടത്തേണ്ട ഏത് മൊബൈൽ നമ്പറാണോ ആ ഒരു മൊബൈൽ നമ്പറും കൂടെ ഇവിടെ കൊടുക്കുക. പേ എന്ന് പറയുന്നൊരു ഓപ്ഷനും സെലക്ട് ചെയ്യുക. യെസ്, അങ്ങനെ നമ്മുടെ പേയ്മെൻറ്റും ഒക്കെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? 2027 IIT AIIMS 2 year ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിലേക്ക് നല്ല മിടുക്കരായിട്ടിരുന്ന് പഠിക്കുക അല്ലേ? സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ലക്ഷ്യബോധമുള്ള വിദ്യാർത്ഥികളാണ്. ഉറച്ച ലക്ഷ്യബോധത്തോടു കൂടിയിട്ടാണ് നിങ്ങളെല്ലാവരും ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ, രാജ്യത്തെ ഏറ്റവും നമ്പർ 1 റിസൾട്ടുകൾ സൃഷ്ടിക്കുന്ന ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ ഭാഗമാവണം എന്ന് ഉറച്ച് തീരുമാനമെടുത്തിരിക്കുന്നത്. അപ്പോൾ 2027 ബെർലിനിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ ഭാഗമാവുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും തന്നെ വലിയ വിജയാശംസകൾ നേരുകയാണ്. ഉറച്ച ആത്മവിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾ ബ്രില്യൻറ്റിലേക്ക് കടന്നു വരിക. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.